നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പുറകിലുള്ളവർക്ക് കുറച്ച് മുൻപിലേക്ക് കയറി നിൽക്കാവുന്നതാണ്. കുറച്ചുകൂടി കയറി ഫാൻ്റെ അടുത്ത് നിന്ന് ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന 21-ാം അധ്യായം 15 മുതലുള്ള തിരുവചനങ്ങൾ. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. 2-ാം പ്രാവശ്യവും അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ 3-ാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് 3-ാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് അവൻ പറഞ്ഞത് ഏതു വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. നമുക്ക് സ്നേഹപൂർവം ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂൺ മാസം 5-ാം തീയതി ഈ വ്യാഴാഴ്ച രാത്രിയിൽ നമ്മൾ ദിവ്യകാരുണ്യനാഥൻ്റെ ചുറ്റുമിരിക്കുന്ന ഈ രാത്രിയിൽ ഈശോ നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഡു യു ലവ് മീ? നമ്മൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ സ്നേഹിക്കുന്നവർ, ഒരുപക്ഷെ കാമുകനും കാമുകിയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, നിനക്കെന്നെ ശരിക്കും ഇഷ്ടമാണോ? അല്ലേ? നിനക്കെന്നെ ശരിക്കും ഇഷ്ടമാണോ? ഈശോ ചോദിക്കുന്നത്, ഈശോയ്ക്ക് അറിയേണ്ട ഒരു കാര്യം അതാണ്. നീ എൻ്റെ കൂടെ നടക്കുന്നൊക്കെ ഉണ്ട്, കാര്യം മെസ്സേജൊക്കെ ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്നുണ്ട്, പക്ഷേ നിനക്ക് ശരിക്കും എന്നോട് ഇഷ്ടമാണോ? ഡു യു ലവ് മീ എന്ന് മാത്രമല്ല, ഡു യു റിയലി ലവ് മീ? നിനക്ക് ശരിക്കും എന്നോട് ഇഷ്ടമാണോ? മൂന്നാമതായി
ഈശോ ചോദിക്കുന്ന ചോദ്യത്തിൽ മറ്റൊരർത്ഥമുണ്ട്. ഈശോ ചോദിക്കുകയാണ്, ഇവരെക്കാൾ അധികമായി നീ മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി, രണ്ടർത്ഥമാണ് അതിനുള്ളത്. നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ, നീ മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കുന്നു, നിനക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ നീ അവരെയൊക്കെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നതാണ് ഒരു ചോദ്യം, ഒരു അർത്ഥം. മറ്റൊരർത്ഥം, ഇവരൊക്കെ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ അവരെക്കാളൊക്കെ കൂടുതലായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് ഈശോ പത്രോസിനോട് ചോദിക്കുന്നത്. നിനക്ക് ശരിക്കും എന്നോട് സ്നേഹമുണ്ടോ? നിനക്ക് എന്നോടുള്ള സ്നേഹം, അതിൻ്റെ വലിപ്പം, അതിൻ്റെ ഉയരം, അതിൻ്റെ ആഴം, അതിൻ്റെ നീളം, അതിൻ്റെ വീതി, ഇതിനെക്കുറിച്ചൊക്കെ ഈശോ ചോദിക്കുകയാണ്. ഈശോ പറയാണ്, എനിക്കിപ്പം അറിയണം നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന്. എനിക്കിപ്പം അറിയണം, ഇപ്പം പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിന് ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിഞ്ഞു, ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ശരിക്കും സ്നേഹിക്കുന്നു, ഇവരെക്കാളൊക്കെ അധികമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ മറ്റെന്തിനെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നിന്നെ സ്നേഹിക്കുന്നു എന്ന് പത്രോസ് ഈശോയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. ഹല്ലേലൂയ. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് 3 പ്രാവശ്യം ഏറ്റുപറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഏറ്റുപറയുന്ന, സ്നേഹമേറ്റുപറയുന്ന പത്രോസിനെ ഈശോ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്, അധികാരമേൽപ്പിക്കുകയാണ്. സ്നേഹത്തിൻ്റെ അധികാരത്തിൻ്റെ അടിസ്ഥാനം സ്നേഹമാണ്. നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് നോക്കിയാണ് ദൈവം നിനക്ക് ദൈവരാജ്യ ശുശ്രൂഷകളിൽ അധികാരം തരുന്നത്. നിന്റെ സ്നേഹത്തിൻ്റെ അളവനുസരിച്ച് ദൈവം നിനക്ക് അധികാരം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിനോട് ഈശോ 3 വട്ടം ചോദിച്ചതുപോലെ നമ്മോട് ഓരോ ദിവസവും ഈശോ 3 അല്ല 30 വട്ടം ചോദിക്കുന്നുണ്ട്, നീ എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? നീ എൻ്റെ പുറകെ വരുന്നത്, നീ എന്നെ അന്വേഷിച്ച് വരുന്നത് നിന്റെ എന്തെങ്കിലും കാര്യം നടക്കാൻ വേണ്ടിയാണോ? അല്ലെങ്കിൽ നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നത് കൊണ്ടാണോ നീ എൻ്റെ പിറകെ വരുന്നത്? നീ എന്നെ അന്വേഷിക്കുന്നത്, നീ എന്നെ കാണാൻ അന്വേഷിക്കുന്നത്, നീ എൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നത് എന്നിൽ നിന്ന് എന്തെങ്കിലും സ്വന്തമാക്കാൻ വേണ്ടിയാണോ? അല്ലെങ്കിൽ നിന്നെ തന്നെ എനിക്ക് വേണ്ടി പൂർണ്ണമായി നൽകാൻ വേണ്ടിയാണോ? അതാണ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ രാത്രിയിൽ നമുക്ക് അനുതപിക്കാനുള്ള ഒരു മേഖല ഇതാണ്. ഞാൻ ഈശോയെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചിട്ടില്ല. പൂർണ്ണ ഹൃദയത്തോടെ ഈശോയെ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ചിലപ്പോഴെങ്കിലും ഈശോയെ സ്നേഹിച്ചത്, ഈശോയെ അന്വേഷിച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങൾ നടക്കണം എന്നാഗ്രഹിച്ച് മാത്രമാണ്. എന്നെ തന്നെ ഒരു ബലിവസ്തുവായി, സ്നേഹത്തിൻ്റെ ഒരു കാഴ്ച വസ്തുവായി ഈശോയുടെ കാൽച്ചുവട്ടിൽ അർപ്പിക്കുന്നതിന് എനിക്ക് പരാജയങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈശോ എന്നെ സ്നേഹിച്ചതുപോലെ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും എനിക്കങ്ങനെ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട്. നമുക്ക് കരങ്ങൾ ഉയർത്തി നമുക്ക് വന്നുപോയ എല്ലാ വീഴ്ചകളെയും ഓർത്ത് അനുതപിക്കാനുള്ള നാമമാണ് യേശുനാമം. നമ്മൾ ഈശോയെ പൂർണ്ണമായി സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഈ ലോകത്തോട് ഏറ്റുപറയുന്ന നാമമാണ് യേശുനാമം. ദൈവത്തോട് ഏറ്റുപറയാനുള്ള മാധ്യമമാണ് യേശുനാമം. ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപപരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ,
ഈശോയേ 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 ഈശോയേ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് കരമടിച്ച് നന്ദി പറയാം. കരമടിച്ച് കർത്താവ് നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ കണ്ണിന് കാഴ്ചയും കാതിന് കേൾവിയും കർത്താവ് തന്നിട്ടുണ്ട്. ഇന്ന് ഈ വ്യാഴാഴ്ച ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് കടന്നുപോയ ആയിരക്കണക്കിന് ദൈവമക്കളുടെ മേൽ കർത്താവിൻ്റെ കൃപ പെരുമഴ പോലെ വർഷിക്കപ്പെട്ട ഒരു ദിവസമാണ്. ഇവിടെ ആയിരുന്നുകൊണ്ടും ഓൺലൈനിലായിരുന്നുകൊണ്ടും ശുശ്രൂഷകളിൽ പങ്കെടുത്ത എല്ലാ ദൈവമക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ. ഇന്ന് കാണാൻ കഴിഞ്ഞ അത്ഭുതങ്ങൾ, കേൾക്കാൻ കഴിഞ്ഞ അത്ഭുതങ്ങളൊക്കെ ഓർത്ത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ശക്തമായ മാനസാന്തരത്തിന്റെ അനുഭവം. ഓരോരുത്തരും കരമടിക്കുന്നത് അടുത്ത് നിൽക്കുന്ന 10 പേർക്ക് കേൾക്കാൻ പറ്റുന്ന അഭിഷേകത്തോടെ കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയുന്നു, കെട്ടുകൾ വെട്ടുന്നു, വിടുതൽ നേടുന്നു, അന്ധകാരം നീങ്ങുന്നു, ദൈവശക്തി വ്യാപരിക്കുന്നു. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. നന്ദി പറയുമ്പോൾ നീ എത്രമാത്രം കർത്താവിന് നന്ദി പറയുന്നുവോ അത്രമാത്രം കർത്താവ് നിന്നിലേക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ വർഷിക്കും. ഹല്ലേലൂയ. ശിരസ്സിന് മുകളിൽ കരമേർത്തി കരമടിച്ച് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. നമ്മുടെ 7 നിയോഗങ്ങൾ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ 7 നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഉദരത്തിലുള്ള കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കൈക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി, യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ജോലി അന്വേഷിക്കുന്നവർ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നല്ല വിവാഹം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. കുടുംബജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ എല്ലാവരും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് നമ്മുടെ നിയോഗങ്ങൾ, അതുപോലെ പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. വരുന്ന ഞായറാഴ്ച പെന്തക്കോസ്ത തിരുനാളാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ഞാനൊരു പുതിയ സൃഷ്ടിയായി തീരണം, പരിശുദ്ധാത്മ സ്നാനത്താൽ ഞാൻ സ്നാനം ചെയ്യപ്പെടണം എന്ന് ഓരോരുത്തരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും എന്നിൽ നിറയപ്പെടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്താം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഈ രാത്രിയിൽ പട്ടിണി കിടക്കുന്നവരെയും താമസിക്കാൻ ഭവനങ്ങളില്ലാത്തവരെയും മരണാസന്നരായിട്ടുള്ളവരെയും തങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ മരണമടഞ്ഞതിൻ്റെ വേദനയിലൂടെ കടന്നു പോകുന്നവരെയും
നാളെ ഓപ്പറേഷന് വിധേയരാകുന്നതിന് വേണ്ടി രാത്രിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെയും, യാത്ര ചെയ്യുന്നവർ, പരീക്ഷകൾ എഴുതുന്നവർ, എഴുതിയ പരീക്ഷകളുടെ റിസൾട്ട് കാത്തിരിക്കുന്നവർ എല്ലാവരെയും, ദുഃഖദുരിതങ്ങളിലൂടെ, ഏകാന്തതയിലൂടെ, നിരാശയിലൂടെ, മാനസിക രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, ആത്മഹത്യ പ്രവണതകളുള്ളവരെ, തെറ്റായ പ്രണയബന്ധങ്ങളിൽ പെട്ടുകിടക്കുന്നവരെ, കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവരെ, മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായിട്ടുള്ളവരെ, ഭവനങ്ങളിൽ നിന്ന് വിദൂരങ്ങളിൽ ജോലിക്കായും പഠിക്കാനൊക്കെയുമായും ദൂരദേശങ്ങളിൽ, അന്യസംസ്ഥാനങ്ങളിൽ, വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്നവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള സകല മനുഷ്യർക്കു വേണ്ടി നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. ഉച്ചത്തിൽ യേശുനാമം വിളിക്കാം. ഈശോ സാധിക്കുന്ന എല്ലാവരും ശിരസ് തറയിൽ മുട്ടിച്ച് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം, സന്തോഷമുള്ള ഒരു രാത്രി, നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ കൂടുതൽ സന്തോഷത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാളെ വെള്ളിയാഴ്ച കാലത്തു മുതൽ എരമല്ലൂരുള്ള കർമ്മലീത്ത മിണ്ടാമഠത്തിൽ വാർഷിക ധ്യാനം നടക്കുകയാണ്. സിസ്റ്റേഴ്സിന് വേണ്ടിയും അച്ഛനു വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.